വിശേഷ സന്ദേശം പറയുമ്പോൾ നമുക്ക് ഓടിപ്പോയി അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട രീതി എന്താണെന്നതിനെ കുറിച്ച് ഈശോയുടെ കെരിസോയുടെ രീതിയെക്കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ 8 കാര്യങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഒന്ന്, ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്താൻ ഉപയോഗിച്ച രീതി, അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന്, ദൈവമായിരുന്നിട്ടും അവൻ മനുഷ്യനായി തീർന്നു, മനുഷ്യാവതാരത്തിലൂടെ താതാത്മ്യം പ്രാപിച്ചു. മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് ഭാഷയും സംസ്കാരവും ജീവിതവും ഒക്കെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യനായി തീർന്നു അവൻ താതാത്മ്യം പ്രാപിച്ചു. രണ്ടാമത്തെ, അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും അവൻ എന്തു പറഞ്ഞുവോ അത് പ്രവർത്തിച്ചുകൊണ്ട് അവൻ അത് അവതരിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് അവൻ പറയുക മാത്രമല്ല, അവൻ പ്രവർത്തിക്കുക കൂടി ചെയ്തു. 3, അവൻ പറഞ്ഞതിന് ആധികാരികതയുണ്ടായിരുന്നു. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അത് ആധികാരികമായിരുന്നു എന്നുള്ളതാണ്. 4, ദൈവരാജ്യം അവൻ എല്ലാവരെയും അറിയിക്കുവാനായി അവൻ എല്ലായിടത്തും ചുറ്റി നടന്ന് 200 കിലോമീറ്റർ ചുറ്റളവിൽ അവൻ ചുറ്റി നടന്ന് പ്രസംഗിച്ചു. 5, കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടാണ് ദൈവരാജ്യം അവിടുന്ന് പ്രഘോഷിച്ചത്. 6, കാര്യം, അവിടുന്ന് ഉപമകളിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ദൈവരാജ്യം എന്താണ് എന്ന് ആ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ അവിടുന്ന് ഉപയോഗിച്ചു. നമുക്ക് ധാരാളം ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നുണ്ടാവണം. 7, അവിടുന്ന് ഈ ദൈവരാജ്യം എന്താണ് എന്ന് അവിടുന്ന് പ്രഘോഷിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണികൾ, പഴയ നിയമ ഉദ്ധരണികൾ മുഴുവൻ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉദ്ധരണികൾ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുന്ന് ഉപയോഗിച്ചത്. 8, ഒരു സമൂഹമായി അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് 72 പേരെയും 12 പേരെയും 3 പേരെയും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സമൂഹമായും ഒരു പരിശീലന കളരിയുമായിട്ടാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഈശോ തൻ്റെ ദൈവരാജ്യം പ്രഘോഷിച്ചപ്പോൾ അത് പ്രഘോഷിക്കാനായി അവിടുന്ന് ഉപയോഗിച്ച യേശുവിൻ്റെ കെരിസോയുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ 8 കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് അപ്പസ്തോലന്മാര് പ്രസംഗിച്ചപ്പോൾ അപ്പസ്തോല കെരിസോയുടെ രീതി എന്തായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വെറുതെ പറയാൻ പറ്റുമോ? നോട്ട് നോക്കണമെന്നില്ല, നിങ്ങൾക്ക് ഓർമ്മയുള്ളത് പറഞ്ഞാലും മതി. യേശുവിൽ നിന്ന് പഠിച്ചതും യേശുവിനെയുമാണ് അവർ പ്രഘോഷിച്ചത്. യേശുവിൽ നിന്ന് പഠിച്ചതും യേശുവിനെയാണ് പ്രഘോഷിച്ചത്. അപ്പസ്തോല കെരിസോയുടെ രീതി 1, യേശുവിനാൽ അയക്കപ്പെട്ട സമൂഹമായി. തങ്ങളെ യേശുവാണ് അയച്ചത്. അങ്ങനെ യേശുവിനാൽ അയക്കപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ഒരു സമൂഹമായിട്ട്, ആദിമ ക്രൈസ്തവ സമൂഹമായിട്ടാണ് അവർ അത് ഉപയോഗിച്ചത്. യേശുവിൻ്റെ അപ്പസ്തോല കെരിസോയുടെ ഉള്ളടക്കം യേശുവിനെ കുറിച്ചാണ് അവർ പ്രഘോഷിച്ചത്. മരിച്ചവനും ഉയർത്തവനും മഹത്വീകരിക്കപ്പെട്ടവനും സ്വർഗാരോഹണം ചെയ്യപ്പെട്ടവനുമായ ആ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ യേശുവാണ് തങ്ങളെ അയച്ചത് എന്നുള്ള ബോധത്തോടെയാണ്. 2, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈശോയെ അവർ പ്രഘോഷിച്ചത്. 4, ഒരു ഭയം കൂടാതെ ധൈര്യത്തോടെയാണ് അവർ പ്രസംഗിച്ചത്. ഭയമില്ലാതെ ധീരതയോടെയാണ് അവർ പ്രസംഗിച്ചത്. 4, തങ്ങൾ സുവിശേഷം പ്രസംഗിച്ച ആൾക്കാരോട് വലിയ സ്നേഹം അവർക്കുണ്ടായിരുന്നു. അവർ പലപ്പോഴും തിരിച്ചു ചെന്ന് അവരെ സന്ദർശിക്കുകയും അവരുടെ കൂടെ താമസിക്കുകയും അവരെ വീണ്ടും ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവരോടുള്ള വലിയ സ്നേഹം. അപ്പസ്തോലന്മാർ തമ്മിലുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഐക്യവും യോജിപ്പും ഒക്കെ കണ്ടിട്ടാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടയായത്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ യേശുവിൽ നിന്ന് പഠിച്ചതിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ അവിടെ തുടർന്ന് മുന്നോട്ട് വന്നപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരെ ഈ ഒരു 5 രീതികളിലൂടെ നമ്മൾ അവരെ സുവിശേഷം പ്രഘോഷിച്ചത് എന്നുള്ളതാണ്. യേശുവിൻ്റെ കെരിസോയുടെ രീതികളും അപ്പസ്തോല കെരിസോയുടെ രീതികളും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ കെരിസോയുടെ രീതി എന്താണെന്നുള്ളത്. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ കെരിസോയുടെ രീതി എന്താണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അനുഭവ സാക്ഷ്യം, ടെസ്റ്റ് മണി. ശ്രോതാവിൻ്റെ ഹൃദയത്തെ രക്ഷകനായി തുറക്കുന്നതിന് ഏറ്റവും ശക്തമായ ആയുധം പ്രഘോഷകന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്ഷ ഏതു വിധത്തിൽ അനുഭവപ്പെട്ടു എന്ന് പങ്കുവെക്കുന്നതാണ്. നമ്മളൊക്കെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴൊക്കെ ആ പങ്കുവെക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന്, എങ്ങനെയാണ് അനുഭവിച്ചതെന്ന്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള അവരുടെ വളരെ വ്യക്തിപരമായ പങ്കുവെക്കൽ, ടെസ്റ്റ് മണി,
അത് കേൾക്കുമ്പോൾ നമ്മുടെ കേൾവിക്കാരൻ്റെ ഹൃദയത്തെയും തുറക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം പങ്കുവെക്കുമ്പോൾ, പിതാവായ ദൈവത്തെക്കുറിച്ച് നാം പങ്കുവെക്കുമ്പോൾ, അവിടെ വളരെ കൃത്യമായി വ്യക്തിപരമായി നമുക്കുണ്ടായ അനുഭവമാണ്. അടിസ്ഥാനപരമായ അനുഭവ സാക്ഷ്യത്തിൻ്റെ അനുഭവമുണ്ട്, ഏറ്റവും അടുത്തുണ്ടായ അനുഭവമുണ്ട്, ഇപ്പോൾ നമുക്കുണ്ടായ അനുഭവമുണ്ട്. ആ 3 തലങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ടെസ്റ്റിമണി പറയുകയാണ്. അത് കേൾവിക്കാരൻ്റെ ഹൃദയത്തെ തുറക്കുന്നതിന്, അത് ക്രിസ്തുവിൻ്റെ രക്ഷ അവനെ അനുഭവിക്കുന്നതിന് ഇടയാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് കണ്ടുമുട്ടിയ അനുഭവം, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ജീവിതത്തിൽ വന്ന പരിവർത്തനം, അത് സന്തോഷത്തോടെ ചുരുക്കമായി ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓൾവിൻ ചേട്ടൻ പ്രൈസവർഷിപ്പ് ചെയ്തതിൻ്റെ അവസാനം ഓൾവിൻ ചേട്ടൻ തൻ്റെ അനുഭവം, ആ പാട്ടും മാതാവിൻ്റെ ജപമാലയൊക്കെ വെച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ഒക്കെ ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലും ക്രിസ്തുവിനെ പങ്കുവെക്കണം എന്നുള്ളൊരു ത്വരയും ചിന്തയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ വളരെ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന, അനുഭവിക്കുന്ന ആ ജീവിതത്തിൻ്റെ അനുഭവം നമ്മൾ ഓരോ മനുഷ്യരോടും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരോട് പങ്കുവെക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ടെസ്റ്റിമണിയാണ്, അനുഭവ സാക്ഷ്യമാണ്. നമ്മൾ പഠിച്ചതാണ്. കുറെ കൂടി ചുരുക്കമായും ക്രിസ്തു കേന്ദ്രീകൃതമായും ഒക്കെ പറയാനായിട്ട് നമ്മൾ ആഴത്തിൽ പരിശീലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാ ശക്തിയോടെയാണ് ഇന്നും നാം സുവിശേഷം പങ്കുവെക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ സുവിശേഷവൽക്കരണം സാധ്യമല്ല. സാങ്കേതിക ഉപാധികൾ നല്ലതാണ്. അവ എത്ര നൂതനങ്ങളോ പ്രഗത്ഭങ്ങളോ ആയിരുന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമില്ലെങ്കിൽ അവയെല്ലാം നിഷ്ഫലമായി പോവുകയുള്ളൂ. പോൾ 6 മാർപ്പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന തൻ്റെ ചക്രലേഖനത്തിൻ്റെ 75-ാമത്തെ നമ്പറിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ ഈ ഒരു ഓൺലൈൻ സൂം പ്ലാറ്റ്ഫോമും നമ്മുടെ ലാപ്ടോപ്പും ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനും മറ്റെല്ലാ സാങ്കേതിക ഉപാധികളും ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും അതിലൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ സുവിശേഷം പങ്കുവെക്കുന്ന പ്രഘോഷകൻ എന്ന നിലയിൽ ഈ സമയം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി വിട്ടുകൊടുക്കുകയും ആത്മാവിൻ്റെ നയിക്കപ്പെടലായിട്ട് വിധേയപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ സുവിശേഷവൽക്കരണം ഫലപ്രദമായി നടക്കുകയില്ല. അത് കേൾവിക്കാരൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ട് സാധ്യമാവുകയില്ല എന്ന സഭ വളരെ നല്ലവണ്ണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കേൾക്കുമ്പോൾ, പങ്കുവെക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വളരെ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആത്മാവ് ഈ സമയങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ഓരോരുത്തരെയും ജീവനുള്ളതാക്കി മാറ്റുന്ന, നമ്മളെ ഓരോരുത്തരെയും സൗഖ്യമുള്ളതാക്കി മാറ്റുന്ന, ആദിമ ക്രൈസ്തവ സഭയിലെ അപ്പസ്തോലന്മാർ നിഴലടിച്ചപ്പോൾ അവർ സൗഖ്യമുള്ളതായതുപോലെ, അവരുടെ തുവാലകൾ തൊട്ടപ്പോൾ സൗഖ്യമുണ്ടായതുപോലെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രഘോഷണത്തിൻ്റെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ജീവനുള്ളതാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ഭാഗ്യഭരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന തൻ്റെ ചക്രീയ ലേഖനത്തിൽ 21-ാമത്തെ നമ്പറിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ മുഖ്യ പ്രവർത്തകൻ. പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷവൽക്കരണം നമ്മളിലും ലോകം മുഴുവൻ നടത്താനായിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷകന്റെ വചനത്തെ സ്ഥിരീകരിക്കുകയാണ്. നമ്മുടെ വചനത്തെ സ്ഥിരീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളിലൂടെ അടയങ്ങളിലൂടെയാണ്. ഈ സമയം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ നിങ്ങളുടെ പ്രത്യേകമായ പ്രയാസങ്ങളെ, പ്രത്യേകമായിട്ട് മറ്റാരുമായും പങ്കുവെക്കാനാവാത്ത സങ്കടങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവം കാണുന്നുണ്ട്, തൊടുന്നുണ്ട്. ഈ ദൈവവചനം കേൾക്കാൻ ഓടിയെത്തുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വലിയ ശൂന്യത നികത്താനായിട്ട് അവിടത്തേക്ക് മാത്രമേ ആവുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന വലിയ ദൈവിക കൃപയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയെ ശക്തിപ്പെടുത്താൻ കഴിയുക പരിശുദ്ധാത്മാവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മൾ ഒരുമിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കുക കൂടെയാണ്. ആത്മാവ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും
നിങ്ങളുടെ അധ്വാനത്തിൻ്റെ എല്ലാ മേഖലകളെയും ബലമുള്ളതാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയും നിറവിലും ആത്മനിറവോടുകൂടെ വേണം സുവിശേഷം പ്രഘോഷിക്കാനെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ സുവിശേഷ പ്രഘോഷകന്റെ ജീവിത വിശുദ്ധിയാണ്. 1 യോഹന്നാന്റെ സുവിശേഷ ലേഖനം 2:6 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? 1 യോഹന്നാന്റെ ലേഖനം 2:6 നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, കാണുന്ന ഇപ്രകാരമാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. യേശുവിന്റെ പ്രഘോഷകൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വിശുദ്ധിയെ കുറിച്ചാണ്. പറഞ്ഞോളൂ. യേശുവിന്റെ വ്യക്തിത്വം പ്രതിഫലിക്കുന്ന സുവിശേഷ ജീവിതമാണ് ചേച്ചി അതല്ല, ആ പ്രഘോഷകന്റെ. ദൈവവചനം വായിച്ചോ ചേച്ചി, ചാജിക്കുട്ടി ചേച്ചി? 1 യോഹന്നാൻ 2:6. ആർക്ക് വേണേലും വായിക്കാം കേട്ടോ. ദൈവവചനം അങ്ങനെ വായിച്ചു പോകുന്നത് നല്ലതാണ്. 2:6 അവനിൽ 1 യോഹന്നാൻ വസിക്കുന്നു. 2:6 ആ, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. yes. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കും. ഇപ്പം ജീവിത വിശുദ്ധി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ആ ജീവിത വിശുദ്ധി എന്താണെന്ന്, ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്യുക. യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ലക്ഷ്യം തെറ്റാതെ, സ്വർഗമെന്ന ലക്ഷ്യം തെറ്റാതെ വളരെ വ്യക്തതയോടെ ജീവിക്കണമെന്നാണ്. സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം സമ്പൂർണ്ണമായൊരു വിശുദ്ധിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുന്ന സുവിശേഷ ജീവിതമാണ് പ്രഘോഷകന്റെ പ്രേക്ഷിത വിജയത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പം യേശുവിൻ്റെ വ്യക്തിത്വം മുഴുവൻ നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നമ്മുടെ വികാരങ്ങളിലൊക്കെ ആ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ നിരന്തരമായി മാറേണ്ടതുണ്ട്. അത് നിരന്തരമായ ഒരു യാത്രയാണ്. ആ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നവന് മാത്രമേ നമ്മൾ പങ്കുവെക്കുന്ന ആ സുവിശേഷം സ്വീകാര്യമാകുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ സകലരും അറിയണം, സ്നേഹിക്കണം, അനുഗമിക്കണം എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും പ്രേക്ഷകരുണ്ടാകരുത്. അപ്പോൾ ജീവിത വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് മുഴുവൻ ഷിബു വലിയ ആളാണെന്ന് കാണട്ടെ, ഇതൊക്കെ അറിയാമെന്ന് അറിയട്ടെ എന്നുള്ളതല്ല. മറിച്ച് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിനെ അറിയണം വളരെ ആഴത്തിൽ. ആ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം, ആ ക്രിസ്തുവിനെ അനുഗമിക്കണം, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കണം എന്നുള്ളതല്ലാതെ മറ്റ് ഒരു ഉദ്ദേശ ലക്ഷ്യവും ഉണ്ടാവരുത് എന്ന് വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 775 നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ട വാക്യമാണ്, സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപി കൂടാതെ ലോകത്തെ സുവിശേഷവൽക്കരിച്ച് ദൈവത്തിന് സമർപ്പിക്കാനാവില്ല. അപ്പം പ്രഘോഷകന്റെ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിക്കനുസരിച്ചുള്ള ജീവിതമാണ്. ഞാൻ വിചാരിക്കുന്നു അത് ആ സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ച് കടന്നുപോയതിനു ശേഷം കുറേ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ അത് രൂപപ്പെടുത്തുന്നതിന്, ദാരിദ്ര്യ അരൂപിയിൽ അല്ലെ വിലപിക്കുന്നതിൽ ഒക്കെ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി അതിൻ്റെ അടിസ്ഥാനപരമായ ചിന്തകളിലേക്ക് ആഴപ്പെടുത്താൻ സഹായകരമാകുന്നുണ്ട് എന്ന് കരുതുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപി നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുവോ അത് നമ്മുടെ ജീവിത വിശുദ്ധിയിലേക്ക്, അത് സുവിശേഷവൽക്കരിക്കപ്പെടാനായിട്ട് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ഇടയാക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നാലാമത്തതാണ് സ്നേഹം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണം 77-ലും 79-ലും നമ്മൾ വായിച്ചു കടന്നു പോകുന്നത്. പോളാറാമൻ മാപ്പായുടെ ചാക്രിലേഖനത്തിൽ ക്രിസ്തീയ സമൂഹത്തിലും പ്രഘോഷകരുടെ ഇടയിലുമുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് സുവിശേഷവൽക്കരണ വിജയത്തിനുള്ള മാർഗം. അപ്പോൾ സുവിശേഷവൽക്കരണം വിജയപ്രദമായി മാറണമെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിലും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗാർഹിക കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം. ആ കുടുംബത്തിൽ നമുക്ക് മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട്, മക്കളോടൊക്കെ യഥാർത്ഥമായ ക്രൈസ്തവ സ്നേഹമില്ലെങ്കിൽ
നമുക്ക് ഈ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനായിട്ടാവില്ല എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ്. മാർപ്പാപ്പന്മാരെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള അനൈക്യമാണ് എന്ന് രക്ഷകന്റെ മിഷനിലും ഏഷ്യയിലെ സഭയിലും അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവരുടെ ഇടയിലുള്ള ഐക്യമില്ലായ്മയാണ് എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭാവിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഐക്യമില്ലായ്മ മാത്രമല്ല, ക്രൈസ്തവ കുടുംബത്തിലുള്ള മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും ജീവിത പങ്കാളിയും തമ്മിലുള്ള ഐക്യമില്ലായ്മ, സ്നേഹമില്ലായ്മ, അവരുടെ ഇടയിലുള്ള ശത്രുത, അവരുടെ ഇടയിലുള്ള പരസ്പര പോര്, ക്രൈസ്തവ ഞാനും ഷിജുവും തമ്മിൽ അടിയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് സ്വത്തിൻ്റെ പേരിലാവാം, പലതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊരിക്കലും സുവിശേഷം ഫലപ്രദമായി പറയാനാവില്ല. ഞാനും ഭാര്യയും തമ്മിൽ പിണങ്ങിയിരുന്നിട്ട് അല്ലെങ്കിൽ വഴക്കും അസ്വസ്ഥതയും ഉണ്ടായി അവരുടെ കുടുംബവും എൻ്റെ കുടുംബവുമായിട്ട് പ്രതിസന്ധിയിലായിട്ട് സുവിശേഷം ഫലപ്രദമായി പറയാനാവില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തിലും പ്രഘോഷകരുടെ ഇടയിലും ഉള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ്. അത് നമ്മുടെ ഇടയിൽ സുവിശേഷം പറയുന്ന നമ്മുടെ ഒരു ഹോളി ഹോം മിനിസ്ട്രി പരസ്പരം വഴക്കും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് സുവിശേഷം പറയാൻ പറ്റുമോ? ആ സുവിശേഷം ഫലപ്രദമായി വിജയിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സുവിശേഷ പ്രഘോഷകരുടെ ഇടയിൽ പല മിനിസ്ട്രികൾ തമ്മിലോ പല പ്രസ്ഥാനങ്ങൾ തമ്മിലോ പല ആൾക്കാർ തമ്മിലോ ശത്രുതയും വഴക്കും വൈരാഗ്യവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് സുവിശേഷം ഫലപ്രദമായി വിജയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 79 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സുവിശേഷ പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പ്രേക്ഷിതന് സുവിശേഷം ശ്രമിക്കുന്നവരോട് വർദ്ധമാനമായ സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പം സുവിശേഷ പ്രഘോഷകർ എന്ന നിലയിൽ വർദ്ധമാനമായ സ്നേഹം നിങ്ങൾ ഓരോരുത്തരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയും നിങ്ങളുടെ വിശേഷം അറിയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളോടുള്ള വർദ്ധമാനമായ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവർ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനായിട്ട് പറ്റുക. 4 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്നാമത്തേതായിരുന്നു അനുഭവ സാക്ഷ്യം. നമ്മുടെ വ്യക്തിപരമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് വേണം. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ട് വേണം. 3, ജീവിത വിശുദ്ധി. പ്രഘോഷകന്റെ ജീവിത വിശുദ്ധി, അത് സമഗ്രമായ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തെ കുറിച്ച് തന്നെയാണ്. ആ പ്രഘോഷകന്റെ ജീവിത വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടത്. 4-മത്തത് സ്നേഹത്തോടെ. എത്രമാത്രം വിശുദ്ധിയും അനുഭവവും മറ്റെല്ലാ കാര്യമുണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ സ്നേഹമില്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് വെറുതെ ആയി പോകുമെന്ന പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. 5-മത്തെ കാര്യമാണ് സന്തോഷം. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണെങ്കിൽ സന്തോഷം, അതായത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദത്തോടെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിതരെയാണ് ലോകത്തിന് ഇന്ന് ആവശ്യം. യേശുക്രിസ്തുവിനെ വളരെ വ്യക്തിപരമായി കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവരെയാണ് ഇന്ന് ആവശ്യം. എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് നമ്മൾ വളരെ പ്രയാസങ്ങളിലൂടെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിൽ പറയുന്ന മനോഹരമായ ചിന്ത അതാണ്. നമ്മൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, രോഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, മാനസികമായ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, മറ്റാർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധം വളരെയേറെ പ്രതിസന്ധി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ പുറമേ ഇല്ലാതെ വലിയ സന്തോഷത്തോടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ, ആദ്യമേ ക്രൈസ്തവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ ആ ഓരോ കല്ലേറ് വരുമ്പോഴും ആഹ്ലാദത്തോടെ അവൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചതുപോലെ അവൻ്റെ മുഖത്തും അവൻ്റെ ശരീരത്തിലും ഒക്കെ ആ ക്രിസ്തുവിൻ്റെ സന്തോഷം മനസ്സിലാക്കി അനുഭവിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിലും വലിയ സന്തോഷം നമ്മുടെ പുറമേ ഉണ്ടാവണം. അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സന്തോഷത്തോടെയാണ് എന്നുള്ളതാണ്. നിരാശരോ നിരുത്സാഹരോ ഉത്കണ്ഠാകുലരോ ആയ സുവിശേഷ പ്രേക്ഷിതരിൽ നിന്ന് അത് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. സുവിശേഷ പ്രഘോഷണം എമ്പതി പറയുകയാണ്, നിരാശ നമ്മുടെ മുഖത്തുണ്ടാകുമ്പോൾ നിരാശ. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെർണഡിക്ട് മാർപ്പാപ്പയൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ബെർണഡിക്ട് മാർപ്പാപ്പയുടെ ഭാഗ്യവനാക്കനായ ബെർണഡിക്ട് മാർപ്പാപ്പയുടെ മനോഹരമായൊരു ചിന്തയുണ്ട്. നമ്മളെയൊക്കെ കാണുമ്പോൾ മാർപ്പാപ്പ സൂചിപ്പിക്കുകയാണ്,
മരിച്ച വീട്ടിൽ പോയിട്ട് വന്നവരെ പോലെയാണ് പലപ്പോഴും എനിക്ക് ക്രൈസ്തവരെ കുറിച്ച് തോന്നാറുള്ളത്. മരിച്ച വീട്ടിൽ പോയിട്ട് വന്നാൽ എന്നാ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉം. എന്താണ് കുഴപ്പം? ദുഃഖിച്ചിരിക്കും. നമ്മളെപ്പോഴും മ്ലാനം അതിനെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെയാണ്. നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മരിച്ച വീട്ടിൽ കയറിയിട്ട് വന്നാലും നമ്മുടെ മുഖവും നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഒരു 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 എന്താ പറയുന്നത്, മ്ലാനം അത് തന്നെ ആയിരിക്കും. നമ്മൾ അതുപോലെയാണോ? വിഷാദം ഉണ്ടാവാൻ പാടില്ല, വിഷാദം പാടില്ല. നിരാശരോ, നമ്മൾ രോഗികളാവാം, നമ്മളെ പ്രയാസങ്ങൾ ഉണ്ടാവാം, ധാരാളം പ്രതിസന്ധി ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഒരിക്കലും ആ നിരാശരാകരുത്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തിൻ്റെ ആ വ്യക്തിപരമായ ക്രിസ്തു അനുഭവത്തിൽ ജീവിക്കുന്നവരാണോ. നിരാശരുണ്ടാകരുത്, നിരുത്സാഹരാകരുത്. എല്ലാം പോയി, എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാനാ, പ്രായം ഇത്രയായില്ലേ, ഇനി എന്താണ് ഉത്കണ്ഠ, അല്ലെ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സന്തോഷം നിരന്തരം അനുഭവിക്കുന്നതിലാവണം. അതാണ് സർവ്വലോകത്തിനും ഉണ്ടാകാനിരുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദത്തോടെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിതരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ, നിങ്ങളുടെ ഉത്സാഹം കാണുമ്പോൾ, നിങ്ങളുടെ തീഷ്ണത കാണുമ്പോൾ ചുറ്റുപാടുമല്ല മനുഷ്യർ എന്താണ് മനുഷ്യരെ ഇങ്ങനെ ജീവിക്കാൻ കാരണമെന്ന് നമ്മോട് ചോദിക്കണം. അങ്ങനെയല്ലേ ജോസേട്ടാ? കറക്റ്റ്. അല്ലെ, അങ്ങനെ ചോദിക്കാൻ കഴിയുന്നതിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഈ ജോലിയുടെ പ്രഷറിന്റെ ഇടയിലും കുടുംബജീവിതത്തിന്റെ മേഖലകളിലും ഒക്കെ ഈ വിശുദ്ധ ബലിയിൽ അനുദിനം പങ്കെടുക്കുന്നതിൽ, സന്തോഷത്തോടെ എല്ലാവരോടും ഇടപെടുന്നതിൽ, എല്ലാവരെയും കൂടെ ഉത്സാഹത്തോടെ ജീവിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്ന വലിയൊരു സന്തോഷത്തിന്റെ മുഖഭാവം, സന്തോഷത്തെ അത് നമ്മളെ വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ മുഖത്തത് പ്രകാശിതമാകുകയുള്ളൂ. ആ സന്തോഷത്തോടെ വേണമെന്നാണ് സൂചിപ്പിക്കുന്ന അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഈ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളും ഉപമകളും ലളിതമായ ശൈലിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ അനുദിന മനുഷ്യരോട് നമ്മുടെ യാത്രയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരോട് സംവേദിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെക്കാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പങ്കുവെക്കുവാൻ നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ, ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ AI അല്ലെ, പുതിയ AI മൊബൈലും ലാപ്ടോപ്പും ആധുനിക സാങ്കേതിക വിദ്യകളും നിങ്ങളുടെ അമേരിക്കയിൽ ഉള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ, ഉപമകൾ, വളരെ ലളിതമായ ശൈലിയും ജീവിത ശൈലിയും ഒക്കെ കാണാനുള്ളൂ. അതാണ് ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വിധം ഉദാഹരണങ്ങളും ഉപമകളും ലളിതമായ ഭാഷാശൈലിയും സുവിശേഷ സത്യം എളുപ്പത്തിൽ ഗ്രഹിക്കുന്നതിന് സഹായകരമാകും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവരുടേതായ ഭാഷയിൽ, അവരുടേതായ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആ സത്യം നമ്മൾ പറയുമ്പോൾ, പങ്കുവെക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഏഷ്യയിലെ സഭ എന്നതിൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 20ാമത്തെ നമ്പറിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ ജനങ്ങൾക്ക് അവരുടെ സാംസ്കാരിക മാതൃകകൾക്കും ചിന്താരീതികൾക്കും ചേർന്ന വിധത്തിൽ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വളരെ ലളിതമായ ഉദാഹരണങ്ങളും മുഖങ്ങളും ലളിതമായ ജീവിത സാഹചര്യങ്ങളും നമ്മൾ അവരോടൊപ്പം പോയി അവരുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരോടൊപ്പം ജോലി ചെയ്യുമ്പോൾ, അവരോട് ചേർന്ന് നടക്കുമ്പോൾ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ, അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ദൈവരാജ്യം, ഈ ക്രിസ്തുവിനെ വളരെ എളുപ്പത്തിൽ അവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. ഏഴാമത്തെയാണ് ബൈബിളിൻ്റെ ഉപയോഗം. സുവിശേഷ പ്രഘോഷകന്റെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കണം. വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണികളോടെ സുവിശേഷം പങ്കുവെക്കുകയും വേണം. അപ്പം വിശുദ്ധ ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈലിലുണ്ട്, ലാപ്ടോപ്പിലുണ്ട്, അല്ലെങ്കിൽ പല വിധത്തിൽ ആ ദൈവവചനം നമുക്ക് ഉപയോഗിക്കാം. ആ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥ ഉദ്ധരണികൾ, POCയുടെ പുതിയ പരിഭാഷയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ കരങ്ങളിൽ ഉണ്ടാവണം. അത് നമ്മൾ പങ്കുവെക്കണം. വചനത്തിൻ്റെ സ്ഥായിയായ ശക്തിവിശേഷത്തെ ഒരു തരത്തിലും അവഗണിക്കാനാവില്ല.
അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാകും വിധം അരുത്. അപ്പം ദൈവവചനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാൻ ഇടയാകും വിധമല്ല, ദൈവവചനം ആഴത്തിൽ അവനിൽ ഉറപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. വചനത്തിന് എന്നും സ്ഥാനമുണ്ട്. അവസരോചിതമായി ദൈവവചന ഭാഗങ്ങൾ ശ്രോതാവിനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഞാൻ എടുക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത് അത് കുറെ കൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ്. പറയുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ഒരു ബൈബിൾ സ്വന്തമായി ഉണ്ടാകുന്നതിന്, ഇപ്പം സുവിശേഷം പങ്കുവെക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവർക്ക് ബൈബിൾ ഇല്ലെങ്കിൽ ബൈബിൾ നമ്മൾ കൊടുക്കുന്നത്, അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ദൈവവചനത്തിലൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 10:17 നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ഈ ദൈവവചനം കേൾക്കുകയും ദൈവവചനം വായിക്കുകയും ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. നാം ശ്രമിക്കുന്ന വചനമാണ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവവചനം വായിക്കണം, ആ ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടാവണം, ആ ദൈവവചനം നമ്മുടെ കൈകളിലുണ്ടാവണം. ഞാൻ വിചാരിക്കുന്നു, ഞാൻ നവീന അനുഭവത്തിൽ വന്ന് ITക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ ബൈബിളുമായിട്ട്, പോക്കറ്റ് ബൈബിളുമായിട്ടാണ് ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പിള്ളേരും അധ്യാപകരൊക്കെ എഴുന്നേപ്പിച്ചിരുന്ന് ബൈബിള് വായിപ്പിക്കുമായിരുന്നു. നമ്മളെ കളിയാക്കാൻ വേണ്ടിയാണ്, പക്ഷേ എങ്കിലും ഞാൻ ധൈര്യപൂർവ്വം വായിക്കുമായിരുന്നു. ആ ദൈവവചന വായന കുറെ കൂടി എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ ദൈവവചനം ഉറപ്പിക്കുന്നതിന്, ആ വചനം ജീവിതത്തിൻ്റെ പ്രയാസകരവും സങ്കടകരവുമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ട ആ ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കും. ആ ദൈവവചനം നമ്മുടെ ജീവിതം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ അധ്വാന ഭാരവുമായി നീ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, അല്ലെ, ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥ ആശ്വാസം നൽകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ അധ്വാനവും ഭാരവും നൊമ്പരവും പ്രയാസവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതുമായി കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് സത്യമാണ് താനും. അപ്പോൾ ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ ഉറപ്പിക്കണമെന്നാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. ഈ ദൈവവചനം വായിക്കുന്ന നാം പ്രാർത്ഥനയുടെ വ്യക്തികളായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവിനോട് സംസാരിച്ച ശീലമുള്ളവർക്ക് ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ എളുപ്പമുണ്ടാകും. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്, ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. ആ ബന്ധമുള്ളവർക്ക് നമ്മളൊരു പ്രാർത്ഥനയുടെ മനുഷ്യൻ. 2 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന്, വ്യക്തിപരമായി നാം ഓരോരുത്തരും ഒരു പ്രാർത്ഥനയുടെ ജപമാല ചൊല്ലുകയും ദൈവവചനം വായിക്കുകയും വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുക്കുകയും കൗദാശിക ജീവിതത്തിലൂടെ കടന്നു പോവുകയും ഉപവാസത്തിലൂടെയും പരിത്യാഗ പ്രവൃത്തിയിലൂടെ കടന്നു പോവുകയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്വയം പ്രാർത്ഥനയുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളരുകയാണ്. 2, നമ്മൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോട് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പറയണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു പ്രാർത്ഥനയുടെ പിൻബലം നമുക്കുണ്ടാവും. ഒന്ന്, വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള. നമുക്കറിയാം, നമ്മുടെ ഈ ഓൺലൈനിൽ ഇപ്പോൾ ഒരുമിച്ച് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ആൾക്കാർ നമ്മുടെ ഈ ദിവസത്തിന് വേണ്ടി, ഈ പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് വൈകിട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഹോളികോം മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനത്തെ വലിയൊരു പ്രാർത്ഥനയുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അതാണ് ക്രിസ്തു ചോദിക്കുന്നത്, 1 മണിക്കൂറെങ്കിലും എനിക്ക് നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാവില്ലേ എന്ന് അപ്പസ്തോലന്മാരോട് ഗെത്സമനയിൽ വെച്ച് ചോദിക്കുന്ന അതേ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. 9ാമത്തെ കാര്യമാണ്, തർക്കങ്ങളിൽ നിന്നും അടിസ്ഥാന സന്ദേശത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന മറ്റു വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. തർക്കിച്ചൊരാളെ പോലും നേടാനായിട്ടാവില്ല. നമ്മുടെ വാചക കസരത്ത് കൊണ്ടോ നമ്മുടെ നാവിൻ്റെ ബലം കൊണ്ടോ ഭാഷ കൊണ്ടോ ഒന്നും ആരുടെ ആത്മാവിനെയും വീണ്ടെടുക്കാനായിട്ടാവില്ല. ക്രിസ്തുവിൻ്റെ രക്ഷ അവനെ സ്വന്തമാക്കാനാവില്ല. ബിഷപ്പ് ഉൾട്ടൻജേഷൻ പറയുന്ന ഇപ്രകാരമാണ്, ഒരു തർക്കത്തിൽ നിങ്ങൾ ജയിക്കുമ്പോൾ ഒരു ആത്മാവ് നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. ഒരാൾ തർക്കിച്ച് രക്ഷ നേടാൻ നോക്കിയാൽ അയാൾ ആത്മാവിനെ എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക. വാദമുഖങ്ങൾ കൊണ്ടുവരുന്നത് ശ്രവിക്കാനുള്ള താല്പര്യമായി മനസ്സിലാക്കി പങ്കുവെക്കാനുള്ള അടിസ്ഥാന സുവിശേഷം കരിസോ, ദൈവം സ്നേഹമാണ് എന്നും നമ്മളെല്ലാവരും പാപികളാണ് എന്നും യേശുക്രിസ്തു നമ്മെയും മനുഷ്യകുലത്തെയും ഈ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിച്ചുവെന്നും ആ രക്ഷ സ്വന്തമാക്കുവാൻ അവനിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നിരന്തരം ജീവിക്കണമെന്നും അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കുമെന്നും ഈ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്കും നമ്മെ നയിക്കുമെന്നും
അവിടുന്ന് സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്നുകൊണ്ട് സുവിശേഷം പങ്കുവെക്കണമെന്നുള്ള ഈ കരിസോ, ഈ നമ്മുടെ അടിസ്ഥാന സുവിശേഷ സന്ദേശം നേരിട്ട് അവരോട് പങ്കുവെക്കാനായിട്ട് നമുക്ക്, ഒരാൾ തർക്കത്തിലേക്ക് വരുമ്പോൾ അയാളെ ശ്രമിക്കാൻ, അയാളുടെ വാദഗതികൾ മനസ്സിലാക്കിക്കൊണ്ട് ചേരുന്ന വിധത്തിൽ അയാളോട് ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം പങ്കുവെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വിഷയത്തിൽ നിന്ന് വ്യതിചലനങ്ങൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കി യേശുവിലൂടെയുള്ള രക്ഷ പ്രഘോഷിക്കുന്നതിൽ ജാഗ്രത വേണം. ആ വ്യക്തി പറയുന്നത് മുഴുവൻ കേട്ടിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകാനല്ല, മറിച്ച് ആ വ്യക്തിയോട് ഈ അടിസ്ഥാന സുവിശേഷം പങ്കുവെക്കലാണ്. പക്ഷെ ഒരാൾ തർക്കിക്കാനായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അയാൾ ആയിരിക്കില്ല ഇന്ന് നാം സുവിശേഷം പങ്കുവെക്കേണ്ട വ്യക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. വളരെ സ്നേഹത്തോടെ നമ്മൾ അയാളെ ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളെ മുഴുവൻ ശ്രമിച്ചുകൊണ്ട് ഈ അടിസ്ഥാന സുവിശേഷം പങ്കുവെക്കേണ്ടി വരും എന്നുള്ളതാണ്. 10ാമത്തെ കാര്യമാണ് തീരുമാനമെടുക്കുവാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ചില തത്വങ്ങളോ സത്യങ്ങളോ ആശയങ്ങളോ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയല്ല സുവിശേഷ പ്രഘോഷണത്തിൽ നമ്മുടെ ലക്ഷ്യം. രക്ഷകനായ യേശുവിനെ സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിച്ച് അവനിൽ വിശ്വസിച്ച ജീവിതം അവന് സമർപ്പിച്ച രക്ഷ സ്വന്തമാക്കാൻ സഹായിക്കുകയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലല്ല, നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരൽ മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുക കൂടെയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക, അതിനായി സഹായിക്കുക, അതിനായിട്ട് വളരെയേറെ നിങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് തീരുമാനമെടുക്കുവാൻ സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ, പങ്കുവെക്കുമ്പോൾ കേൾവിക്കാരനെ ക്രിസ്തുവിലെ രക്ഷ സ്വന്തമാക്കുന്നതിന്, ക്രിസ്തുവിനെ അവന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് സഹായിക്കാൻ കഴിയും വിധത്തിൽ അവനെ സഹായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 11ാമത്തേത് സുവിശേഷം ശ്രവിക്കുന്ന ആളുടെ കൂടെയുള്ള വിശ്വാസ യാത്ര. സുവിശേഷം ശ്രവിച്ച ആളെ ക്രിസ്തീയ പക്വതയിലേക്ക് വളർത്തുക വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ, ഞാൻ വന്ന് കണ്ടിട്ടില്ല, ഞാൻ ദൂരെയാണെങ്കിലും, ഷിജുവും ജെനിയും ഇവരൊക്കെ വന്ന് കാണുകയും നിങ്ങളുടെ സംസാരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊണ്ടുവന്ന് തരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് സുവിശേഷം ശ്രവിക്കുന്ന ആളുടെ കൂടെയുള്ള ഒരു വിശ്വാസ യാത്രയാണ്. എല്ലാ ആഴ്ചയും എനിക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിലും, നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റുന്നില്ലെങ്കിലും, എല്ലാ ആഴ്ചയും ഞങ്ങൾ ഒരു ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷിജുവും അവരൊക്കെ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസം ശ്രമിച്ച ആളുടെ കൂടെയുള്ള ഒരു വിശ്വാസ യാത്രയിലേക്കുള്ള വളർച്ചയാണ്. അല്ലെങ്കിൽ ജസ്തി ചേച്ചി എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ പറയാറും പങ്കുവെക്കാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പം വിശ്വാസത്തിൽ ജനിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഈ അടിസ്ഥാന സുവിശേഷം പങ്കുവെച്ച് അവരെ വിശ്വാസത്തിൽ ജനിപ്പിക്കുന്നു. ജനിപ്പിച്ചാൽ മാത്രം പോരാ, അവരെ കൂട്ടായ്മയുടെ ഭാഗമായി വളർത്തേണ്ടതുണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗമായി വളർത്തിക്കൊണ്ട് സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരാൻ അവരെ സഹായിക്കേണ്ടതുണ്ട്. ഭൗതിക ശരീരമായ സഭയുടെ അംഗം വളർത്തേണ്ടതുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 15:36 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആ ദൈവവചനം വായിച്ച് കടന്നു പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സഭയുടെ ഭൗതിക ശരീരത്തിൽ പങ്കുചേരാൻ അംഗമാകാൻ സജീവമായ വളർത്താൻ അവരെ സഹായിക്കുക എന്നതാണ്. അപ്പസ്തോല പ്രവർത്തനം 15:36. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം. ഓക്കെ, പൗലോസ് ബർന്നബാസിനോട് പറയുകയാണ്, വാ നമുക്ക് പോകാം, നമ്മൾ സുവിശേഷം പറഞ്ഞ ഇടങ്ങളിലൊക്കെ നമുക്ക് പോകാം, അവരെയൊക്കെ ഒന്ന് കാണാം, അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ വളരെ സ്നേഹത്തോടെ അവരെ സന്ദർശിക്കുന്ന, അവരെ അടുത്ത് പോകുന്ന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ഫോൺ വഴിയോ വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ചാറ്റ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ സുവിശേഷം പങ്കുവെക്കുന്ന മനുഷ്യരെ സന്ദർശിച്ചു പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 12ാമത്തെയാണ് പരിശുദ്ധ കന്യാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും മറ്റു വിശുദ്ധരോടും ഒക്കെ ഒപ്പമുള്ള നമ്മുടെ യാത്ര. രക്ഷകന്റെ ജനനത്തിൽ എന്ന പോലെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയുടെയും സഭയിലെ ഓരോ അംഗത്തിന്റെ ജനനത്തിലും യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സാന്നിധ്യമുണ്ട്. സുവിശേഷ പ്രഘോഷകന്റെ താരകമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും മാധ്യസ്ഥവും സഹായവും സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഏറെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയെയും നീതിമാനായ വിശുദ്ധ ഔസേപ്പിതാവിനെയും മറ്റെല്ലാ വിശുദ്ധരെയും, നമ്മുടെ പേരിന് കാരണക്കാരായ മറ്റെല്ലാ വിശുദ്ധരെയും മാറ്റി നിർത്തിക്കൊണ്ട് സുവിശേഷം ഫലപ്രദമായി പ്രഘോഷിക്കാനായിട്ടാവില്ല. അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, അവരാണ് നമ്മെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ടുള്ള എല്ലാ ഊർജവും
എല്ലാ വിധത്തിലുള്ള മുൻ വഴിയും നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അവരാണ്. അവരുടെ മധ്യസ്ഥം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 13-ാമത്തെയാണ് സുവിശേഷം നമ്മൾ പ്രഘോഷിച്ചു. കേൾവിക്കാരെ സഭയുടെ അംഗമാക്കാൻ, തിരുസഭയുടെ അംഗമാണെങ്കിൽ ആ അംഗമായ അവരെ കുറെ കൂടി സജീവമായി സഭയിൽ സജീവമാക്കപ്പെടുന്നതിനും, സഭയിൽ അംഗമല്ലെങ്കിൽ സാവധാനം അവര് സഭയുടെ അംഗമാക്കി തീർക്കുന്നതിനും ഇടയാക്കുക എന്നതാണ് 13-ാമത്തെ കാര്യം. തിരുസഭ കൂട്ടായ്മകളുടെ കൂട്ടായ്മയാണ്. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് സഭ. ആ സഭയുടെ അംഗമാകാൻ സർവ്വസമ്പന്നതയും അനുഭവിക്കാൻ ഇടയാവണം. സുവിശേഷവൽക്കരണം, കൂട്ടായ്മ, പരിശുദ്ധാത്മാവ് ഇവ വേർപ്പെടുത്താനാവാത്ത വിധം പരസ്പരം ബന്ധപ്പെടും. അപ്പോൾ സുവിശേഷവൽക്കരണം, സുവിശേഷം നമ്മൾ പങ്കുവെക്കുമ്പോൾ അവർ സഭയിൽ സജീവമാകുന്നു, സഭാംഗങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സഭയുടെ അംഗമാകാൻ അവർ ആഗ്രഹിക്കുന്നു, അവരെ മാമോദിസ മുഖി സഭയുടെ അംഗമാകുന്നു. അത് കൂട്ടായ്മയിലേക്ക് വളരുക. ആ കൂട്ടായ്മയിലൂടെ പരിശുദ്ധാത്മാവ് അവരെ ഈ വിധത്തിൽ ശിഷ്യത്വത്തിൽ രൂപപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഇന്നത്തെ കരിസോയുടെ രീതി നമ്മൾ 13 കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാവോ ഓരോരുത്തരായി? ഒന്നാമത്തെ കാര്യം മുതൽ. അനുഭവ സാക്ഷ്യം. ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം, ടെസ്റ്റ് മണി. 2, പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട്. 3, പ്രഘോഷകന്റെ ജീവിത വിശുദ്ധി. പ്രഘോഷകന്റെ സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിയിൽ ജീവിത വിശുദ്ധി. സ്നേഹം, നമുക്ക് എല്ലാവരോടും സ്നേഹവും ഐക്യവും ഇല്ലെങ്കിൽ നമുക്ക് സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനാവില്ല. 5-ാമത്തത് സന്തോഷം, വളരെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവത്തിൽ സന്തോഷത്തോടെ വേണം നാം പങ്കുവെക്കാൻ. ഉദാഹരണങ്ങളും ഉപമകളും ലളിതമായ ശൈലി, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. 7, ബൈബിളിന്റെ ഉപയോഗം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ബൈബിളിന്റെ ഉപയോഗം. 8, പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന തേടലും വളരെ പ്രധാനപ്പെട്ടതാണ്. 9-ാമത്തത് തർക്കങ്ങളിൽ നിന്നും അടിസ്ഥാന സന്ദേശത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. തർക്കിച്ച മറ്റ് വിഷയങ്ങളിലൊക്കെ പോയി നമ്മൾ ലക്ഷ്യം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10, തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുക. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുക. 11, സുവിശേഷം ശ്രവിക്കുന്ന ആളോട് കൂടെയുള്ള വിശ്വാസയാത്ര. നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്ന മനുഷ്യരുടെ കൂടെ നിരന്തരമായി അനുയാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 12, പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ ഔസേപ്പ് പിതാവ്, മറ്റ് വിശുദ്ധരുടെ സഹായം. വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ഔസേപ്പ് പിതാവിനും മറ്റു വിശുദ്ധരോടുമുള്ള ബന്ധത്തിലുള്ള നമ്മുടെ യാത്ര. 13, തിരുസഭയുടെ അംഗമാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കരിസോയുടെ രീതികൾ എന്നുള്ളത്.